ഫ്രണ്ട്സ്, നിങ്ങൾ ആർക്കൊക്കെ ചിത്രം വരയ്ക്കാനറിയാം? അതൊരു പേപ്പറിലായിക്കൊള്ളട്ടെ, അതൊരു ക്യാൻവാസിലായിക്കൊള്ളട്ടെ, അതൊരു വാളിലായിക്കൊള്ളട്ടെ. എനിക്ക് ചിത്രം വരയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി ഒരു സെറ്റപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സ്റ്റെൻസിൽ വർക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിലേക്ക് മെയിൻ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ സ്റ്റെൻസിലാണ് കാണുന്നത്. ഇതിന്റെ അൺബോക്സിങ് ഉടനെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ പെയിന്റ് ആണ്, ജസ്റ്റ് പെയിന്റ് ആണ്. ഇതൊരു സാധാരണ ലോക്കൽ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന പോലത്തെ പെയിന്റ്. അത് കഴിഞ്ഞ് നമ്മുടെ കട്ടറാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ്, സ്പോഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെറ്റപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മാസ്കിംഗ് ടാപ്പാണിത്. ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെൻസിൽ നമ്മുടെ വാളിന് മേൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മാസ്കിംഗ് ടാപ്പ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെൻസിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാൾ പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ AN മലയാളത്തിന്റെ പുതിയൊരു സെഗ്മെന്റ് ആണിത്. ആ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ സ്റ്റെൻസിൽ നിന്ന് അൺബോക്സ് ചെയ്യാം. കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കവർ മാറ്റി. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി വന്നിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് മേക്കിംഗ് ആണ്. ഇതിനെയാണ് നമ്മൾ വാളിൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4 ലീഫുകളുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 4 സെറ്റ് ഇതിലാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് വലിയ 2 സെറ്റും ചെറിയ 2 സെറ്റുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റെൻസിൽ ചുമരിൽ പതിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ 4 കോർണറിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാളിൽ വീണ്ടും നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഏകദേശം ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ വാളിൽ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഡിസൈനിൽ. നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല രീതിയിലൊക്കെ ഒരു കഷ്ടപ്പെട്ടാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ
വളരെ ക്ലിയർ ആയിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല, എങ്കിലും നമ്മൾ ഒരുവിധം ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് അഭിഷേക് കണ്ടായിരുന്നു, പുള്ളിയാണ് അത് കൂടുതൽ സഹായിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീടുകളിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള സ്റ്റെൻസിൽസ് ലഭ്യമാണ്, നമ്മുടെ പെയിന്റ് ഷോപ്പിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് അതൊന്നും പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ റൂം നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.